മഹാകുംഭമേള 144 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക സാംസ്കാരിക ഒത്തുചേരൽ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പ്രയാഗ് രാജിൽ ഈ ഒരു മഹാസമ്മേളനം തുടങ്ങിയത്. ഫെബ്രുവരി പകുതി വരെ, അതായത് ഏകദേശം ഫെബ്രുവരി 26 വരെ ഇത് നീണ്ടു നിൽക്കും. ആത്മീയ സാംസ്കാരിക മേളകളെ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു കുംഭമേള കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. കാരണം നമ്മുടെ ഈ ഒരു ആയുസ്സിൽ ഇനി ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിക്കില്ല. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുവരുന്ന ഈ ഒരു മഹാകുംഭമേളയുടെ ഐതിഹ്യം, ലോകത്തിൽ തന്നെ ഇത് ഇത്രയും പ്രശസ്തമാകാനുള്ള ഒരു കാരണം, മറ്റു പ്രത്യേകതകൾ എന്നിവയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ടോക്ക് സ്പേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഹൈന്ദവ വിശ്വാസികളുടെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗമമാണ് ഈ ഒരു കുംഭമേള. പ്രയാഗ് രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ എന്നീ 4 സ്ഥലങ്ങളായിട്ടാണ് ഈ ഒരു കുംഭമേള നടക്കുന്നത്. എന്നാൽ മഹാകുംഭമേള നടക്കുക പ്രയാഗ് രാജിൽ മാത്രമാണ്. പുരാണ ഐതിഹ്യ പ്രകാരം പാലാഴി കടഞ്ഞെടുത്ത അമൃതത്തിനായിട്ട് 12 ദിവസം നീണ്ടുനിന്ന ദേവാസുര യുദ്ധം ഉണ്ടായപ്പോൾ 4 ഇടങ്ങളിലായിട്ടാണ് ഈ അമൃതിന്റെ തുള്ളികൾ പതിച്ചത്. 12 വർഷം കൂടുമ്പോൾ കുംഭമേളകൾ നടക്കാറുണ്ട്. അതിനുള്ള ഒരു കാരണം 12 ദിവസത്തെ യുദ്ധമായിരുന്നു ദേവാസുര യുദ്ധം. അസുരന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു വർഷമാണ്. അതായത് അസുരന്റെ 12 ദിവസത്തെ യുദ്ധം മനുഷ്യന്റെ 12 വർഷമാണ്. അതുകൊണ്ടാണ് 12 വർഷം കൂടുമ്പോൾ കുംഭമേളകൾ നടക്കുന്നത്. എന്നാൽ എന്താണ് അപ്പോൾ ഈ 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത്? 12 പൂർണ്ണ കുംഭമേളകൾ ചേരുമ്പോൾ സംഭവിക്കുന്നതാണ് മഹാകുംഭമേള. അതായത് മഹാകുംഭമേള നടക്കുന്നത് 144 വർഷം കൂടുമ്പോൾ മാത്രമാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ഈ ഒരു മഹാകുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വന്നത്. യുനെസ്കോ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഭൂമിയിലെ തീർത്ഥാടകരുടെ സമാധാനപരമായുള്ള കൂട്ടായ്മ എന്നാണ്. അത്രയും പവിത്രതയോടുകൂടിയാണ് ലോകം ഈ ഒരു കുംഭമേളയെ കാണുന്നത്. നൂതന സാങ്കേതിക വിദ്യകളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കുംഭമേളയിൽ. ഇത്രയും വലിയൊരു സംഗമം എങ്ങനെയാകും സംഘാടകർ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അധികാരികൾ ഇത് എങ്ങനെയാകും നിയന്ത്രിക്കുക എന്നത് ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം അത്രമാത്രം ജനമാണ് ഈ ഒരു സംഗമത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഉള്ള ലോകത്തെ 24ഓളം ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു മഹാകുംഭമേളയെ കുറിച്ചിട്ട് ഗവേഷണം നടത്തുന്നുണ്ട്. നോർക്കണം, 40 കോടിയോളം ജനം പങ്കെടുക്കുന്ന ഒരു പരിപാടിയെ എങ്ങനെയാകും അവിടുത്തെ അധികാരികൾ നിയന്ത്രിക്കുക? 4000 ഹെക്ടർ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. 45 ദിവസത്തോളം നടക്കുന്ന ഒരു മഹാസംഗമമാണിത്. ഏകദേശം 7000 കോടിയോളം തുക ഇതിന് UP സർക്കാരിന് ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ 7000 കോടി രൂപ UP സർ ചിലവാക്കിയാലും ഏകദേശം 2 ലക്ഷം കോടി രൂപ UP സർക്കാരിന് കുംഭമേളയിലൂടെ ലഭിക്കുന്നുണ്ട്. കാരണം ഒരു ഭക്തനിൽ നിന്ന് തന്നെ ഏകദേശം 5000 രൂപ ഈടാക്കുന്നുണ്ട്. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള നടക്കുന്നുണ്ട്. അതിൽ തന്നെ 1.5 ലക്ഷം കോടിയോളം ലാഭം UP സർക്കാരിന് ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഈ ഒരു മഹാകുംഭമേളയിൽ 2 ലക്ഷത്തിൽ ഒന്നും അവിടെ നിൽക്കില്ല. കാരണം 5000 രൂപ ബേസിക് ചിലവാണെങ്കിലും 10000 രൂപയെങ്കിലും മൊത്തം ചിലവ് ഒരാളിൽ നിന്നും ഈ ഒരു കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏകദേശം 4 ലക്ഷം കോടിയോളം അവിടെ ലാഭം സർക്കാരിനുണ്ടാകും. കൂടാതെ ഈ ഭക്ഷണം, വെള്ളം തുടങ്ങിയിട്ടുള്ള ചിലവുകളെല്ലാം നോക്കുമ്പോൾ 20,000 കോടിയോളം അവിടെയും ലാഭം വരുന്നുണ്ട്. ഇവിടെ നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒന്നാണ് ഇതെങ്കിലും ഇതിനൊരു വ്യവസ്ഥാപിത രൂപം കൊണ്ടുവന്നത് ആദി ശങ്കരാചാര്യയാണ്. 4 പുണ്യസ്ഥലങ്ങളിലും 4 പീഠങ്ങൾ സ്ഥാപിച്ചതോടെയാണ് സന്യാസിമാരുടെ ഒരു സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തിയത്. ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഈ ഒരു മഹാസംഗമം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനിയും നൂറ്റാണ്ടുകൾ ഈ ഒരു മഹാസംഗമം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.